നമ്മൾ ചിന്തിക്കും, എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രത്തോളം സക്സസ്ഫുൾ ആവാൻ പറ്റുന്നതെന്ന്. എന്തെങ്കിലും വിജയമന്ത്രങ്ങളുണ്ടോ ഇതിന് പുറകിലെന്ന്. നമുക്കെല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ സക്സസ്ഫുൾ ആവണമെന്നൊക്കെ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ? അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറും 5 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ആ 5 കാര്യങ്ങളല്ലേ? ഒന്ന് വേഗം കേട്ടാൽ നമുക്ക് അത്രയും വേഗത്തിൽ സക്സസ് ആവാം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിൽ ആദ്യം എടുക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പെട്ടെന്നൊരു ദിവസം ഉണ്ടാവുന്ന കയറ്റത്തേക്കാൾ നല്ലത് വളരെ മെല്ലെ 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 നമുക്കത് അച്ചീവ് ചെയ്യുന്നതാണ്. കാരണം അങ്ങനെ അച്ചീവ് ചെയ്യുന്നതിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വളരെ പീസ്ഫുള്ളായിട്ട് വളരെ ഹാപ്പിയറായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് എന്ന്. അതിന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്? അങ്ങനെ വലിയ തോതിലുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടല്ല നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സക്സസ് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാൻ. വളരെ വളരെ ചെറുതായിട്ടുള്ള മാറ്റങ്ങൾ മാത്രം മതി നമ്മുടെ ജീവിതത്തിൽ. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റും ആദ്യത്തേതും എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരോടും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക എന്നുള്ളതാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അന്നത്തെ ദിവസത്തിന് നമ്മൾ ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ ദിവസം തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരാളോട് നിങ്ങൾ നന്ദി പറയുക. അയാൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഉപകാരം ചെയ്തു തരികയാണെങ്കിൽ അതിന് നിങ്ങൾ നന്ദി പറയുക. അത് അയാളോട് തന്നെ പറയണമെന്നില്ല കേട്ടോ. നിങ്ങൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത് നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്ത് വെരി താങ്ക്ഫുൾ ആയിരുന്നാൽ തന്നെ ധാരാളമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പാരൻസ് ആയിക്കോട്ടെ, നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ കൂടെയുള്ളവരായിക്കോട്ടെ, എല്ലാവരോടും വെരി താങ്ക്ഫുൾ ആവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തമ്പ് റൂൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത് കൂടാതെ നമുക്ക് ബാഡ് പീപ്പിൾസിനോടും താങ്ക്ഫുൾ ആവണം. എന്തിനാണ് താങ്ക്ഫുൾ ആവുന്നത്? കാരണം അവർ നമുക്ക് ഭയങ്കര ഒരു ലെസണാണ് തരുന്നത് അല്ലേ. നമ്മുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി ഭയങ്കര കൂട്ടുന്നത് നമ്മുടെ ചുറ്റുമുള്ള നെഗറ്റീവ് പീപ്പിൾസാണ്. അപ്പോൾ നിർബന്ധമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരോട് നമ്മൾ താങ്ക്ഫുൾ ആവുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ഇതുകൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന്. ഒന്ന് ചെയ്തു നോക്കൂ, അപ്പം അറിയാം എന്താണ് അതിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ മാറ്റങ്ങളെന്ന്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, രാവിലെയുള്ള കുറച്ച് സമയമുണ്ടല്ലേ. ഈ രാവിലെയുള്ള കുറച്ച് സമയം എന്ന് പറയുന്നത് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിൽ എന്ത് ചെയ്യാൻ പറ്റും പ്രൊഡക്റ്റീവായിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലത്തിരുന്നു കൊണ്ട് നമ്മളുടെ എല്ലാ നെഗറ്റീവ് പോസിറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ മാറ്റി നിർത്തി പീസ്ഫുൾ ആയിട്ടുള്ള തോട്ടുകളും പീസ്ഫുൾ ആയിട്ടുള്ള കാംഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലൂടെയും നമുക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കര ക്ലിയർ ആക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ചെറിയ ബ്രീത്തിങ് എക്സസൈസിലൂടെ തുടങ്ങിയിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്ത് വേറെ രീതിയിലോട്ടൊക്കെ മാറ്റാൻ പറ്റും. പക്ഷേ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ബ്രീത്തിങ് ആണെങ്കിലും എല്ലാം നമുക്ക് പീസ്ഫുള്ളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു അരമണിക്കൂർ ഇരിക്കാൻ നമുക്ക് സമയം കണ്ടെത്തുക എന്നുള്ളതാണ്. അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കിടക്കുന്നതിന് തൊട്ടു മുമ്പോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ ഉടനെയോ നമ്മൾ എന്തൊക്കെയാണ് ഇന്ന് ചെയ്തത് എന്നും, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നും ഒന്ന് എഴുതി വയ്ക്കാം. ഇങ്ങനെ എഴുതി വയ്ക്കുന്നതിലൂടെ നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധി കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആവും. ഓക്കെ, നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്തതിൽ ഇതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്ന് നമ്മുടെ ബുദ്ധിക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലായിക്കൊണ്ടേയിരിക്കും. അത്തരത്തിൽ നമ്മൾ എഴുതുന്നതിലൂടെ
നമ്മുടെ മൈൻഡ് ഭയങ്കരമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് മാറാൻ തുടങ്ങും. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്കതിൽ ചെയ്യാൻ പറ്റും. ഒന്ന്, രാവിലെ എഴുന്നേറ്റ ഉടനെ ഇന്ന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഇന്നതൊക്കെയാണ് എന്ന് മെൻഷൻ ചെയ്യാം. അല്ലെങ്കിൽ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ഇതൊക്കെ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടും എഴുതാൻ പറ്റും. ഇനി നാലാമത്തേതും വളരെ പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്നത്, തിരക്ക് പിടിച്ച ആൾക്കാരാണെങ്കിൽ എന്താണ് കഴിക്കുന്നത് എന്ന് പോലും അറിയാതെയാണ് കഴിക്കുന്നുണ്ടാവുക. ചിലവരറിയാം, ഭയങ്കര ഫാസ്റ്റായിട്ടായിരിക്കും കഴിക്കുക. എന്ത് കഴിച്ചു ചോദിച്ചാൽ അറിയില്ല, ഏതാ രുചി ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ശരീരത്തിന്, അല്ലേ? അപ്പോൾ നല്ലൊരു ശരീരം ഉണ്ടെങ്കിലേ നല്ലൊരു മനസ്സുണ്ടാവുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്താണ് എന്ന് വളരെ വ്യക്തമായി നാവുകൊണ്ടും കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും രുചിച്ച് വ്യക്തമായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അങ്ങനെ കഴിക്കുന്നതിലൂടെ നമുക്കൊരു ചെറിയ രീതിയിലുള്ള മെഡിറ്റേഷൻ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഭയങ്കര സ്ലോലി കഴിക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. അതല്ലാത്ത പക്ഷം നമ്മൾ ഭയങ്കര ആസ്വദിച്ച് കഴിക്കുമ്പോഴും നമുക്കത് ഭയങ്കര എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. സോ നമ്മുടെ ശരീരത്തിന് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാവും. അപ്പോൾ നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കഴിക്കുക എന്നുള്ളതാണ്. അടുത്തത് ജീവിതത്തിൽ നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു ഗോൾ ഉണ്ടാവും, അല്ലേ? അതെനിക്ക് ഇന്ന ദിവസം അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ആഴ്ച, ഇന്ന മാസം എന്നൊക്കെ പറഞ്ഞ് നമുക്കുണ്ടാവും. എന്തൊക്കെയാണ് അങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക. ആ ഗോൾസ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എഴുതി വയ്ക്കുക. അതിലേതാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പ്രയോറിറ്റി ചെയ്ത് അത് മെൻഷൻ ചെയ്ത് വയ്ക്കുക. അത് ചെയ്യാൻ എടുക്കേണ്ട, അല്ലെങ്കിൽ അത് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻകരുതലുകളാണ് എടുക്കേണ്ടത് എന്നും നമ്മളതിൽ എഴുതി വയ്ക്കുക. അതിനു വേണ്ടി റെഡിയാവുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റ ശേഷം ഈ കാര്യം വീണ്ടും 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 എടുത്തു നോക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിനൊരു കാര്യം മനസ്സിലാവും, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ, തീർച്ചയായിട്ടും അത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ അതിനു വേണ്ടി വർക്ക് ചെയ്യണം എന്ന്. അപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അതൊരു ഭാഗത്ത് കൊണ്ട് വയ്ക്കാതെ നിർബന്ധമായും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ കാര്യം ഒന്ന് എടുത്തു നോക്കുക. ഓക്കെ, എനിക്ക് 1 വീക്ക് ടൈമുണ്ട് ഇന്ന കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ 1 മന്ത് ഉണ്ട് എന്ന്. അത് നമ്മുടെ മൈൻഡിന് നമ്മൾ കൊടുക്കുന്ന ഒരു റിമൈൻഡർ കൂടിയായിരിക്കും. സോ ആ കാര്യം അച്ചീവ് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബുദ്ധി നമ്മളോട് പറയും. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്ട്രെസ് ഒന്നും കൂടാതെ തന്നെ നമുക്ക് ആ കാര്യം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. ഈ 5 ഹാബിറ്റ്സ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഈസി ആയിട്ട് തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ്. ഇതൊന്ന് ചെയ്തു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും മാജിക്കലായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യണേ.